പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം മണ്ഡലത്തിലെ കടമ്പഴിപ്പുറം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അൽഹംദുലില്ലാഹ് നിലവിൽ ദഅ്വാ രംഗം വളരെ സജീവമാണ്. അവിടെയുള്ള ആളുകൾക്ക് അഭിസംബോധനയ്ക്ക് കൃത്യമായിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീന് എത്തിക്കുവാനുള്ള ഒരുപാട് സംരംഭങ്ങളുമായിക്കൊണ്ട് വളരെ സജീവമായിക്കൊണ്ട് അവിടുത്തെ ദഅ്വാ പ്രവർത്തകർ വളരെ ഉഷാറായിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. റഹ്മാനായ റബ്ബ് അവർക്ക് ഇനിയും മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അതിനൊരു റിസൾട്ട് എന്നുള്ള നിലയ്ക്ക് അൽഹംദുലില്ലാഹ് അവിടുത്തെ ആദർശം മനസ്സിലാക്കിയ ആളുകൾക്കൊന്ന് കൂടിയിരിക്കുവാനും അവർക്കൊന്ന് മുസല്ല് വിരിച്ച് നമസ്കരിക്കുവാനും അവർക്ക് വിശുദ്ധ ഖുർആന്റെ പഠനങ്ങൾ നടത്തുവാനും അവരുടെ മക്കൾക്ക് ഒരു മദ്രസ സംവിധാനം ഒരുക്കാനൊക്കെ വേണ്ടി അൽഹംദുലില്ലാഹ് അവിടെ തന്നെയുള്ള ഒരു സുഹൃത്ത് 10 സെന്റ് സ്ഥലം വഖഫായിക്കൊണ്ട് നൽകിയിരിക്കണം. അൽഹംദുലില്ലാഹ് റബ്ബ് ആ സുഹൃത്തിൽ നിന്നും വലിയൊരു മഖബൂലും മബ്റൂറുമായ അമലായിക്കൊണ്ട് സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇനി അവർക്ക് അവിടെ അതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളുമായിക്കൊണ്ട് മുന്നോട്ട് പോകണം. ഒരു 1300 സ്ക്വയർ ഫീറ്റ് നമ്മുടെ ഒരു നോർമൽ ലെവലിലുള്ള ഒരു വീട് അല്ലേ, അത്രയൊക്കെ അതിനുണ്ടാകുള്ളൂ. അതൊന്ന് കെട്ടിപ്പൊക്കി അവിടെയുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഏകദേശം ഒരു 25 ലക്ഷം രൂപയാണ് അവരുടെ ടാർഗറ്റ്. അതിലേക്ക് പരിമിതമായ ലെവലിൽ എത്തിയിട്ടുള്ളൂ. അവിടെയുള്ള പ്രവർത്തകർ നമ്മളെ സമീപിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, എന്താണ് അൽഹംദുലില്ലാഹ് നമ്മളിപ്പോൾ ഒരു ജസ്റ്റ് ഒരു അറിയിപ്പേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതിൽ വെച്ചാൽ നമുക്ക് കിട്ടുന്ന മെച്ചമാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളെ കയ്യിൽ നിന്നും കനപ്പെട്ടൊരു വിഹിതം അതിലേക്ക് മാറ്റി വെക്കുന്നതോടുകൂടെ എനിക്ക് എന്ത് കിട്ടുമെന്ന് ആത്മാർത്ഥമായിക്കൊണ്ട് ചിന്തിച്ചിട്ട് മാത്രം അതിൽ നമ്മൾ വരവ് കൊടുത്ത് അത് വെച്ചാൽ മതി എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. സുഹൃത്തുക്കളെ, ഒരു മദ്രസ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ നിങ്ങൾ ആലോചിക്കുകയും, ഒരു കുട്ടി അവിടെ വന്നൊരു അലിഫ് പഠിച്ചു. ഒരു അലിഫ് പഠിച്ചു. ആ കുട്ടി പിന്നീട് വിശുദ്ധ ഖുർആൻ അലിഫും ബാ ഒക്കെ ചേർത്ത് വെച്ച് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോ എത്ര കാലം ഓതും, അതിന്റെ ഒക്കെ ഒരു കൂലി നമുക്ക് കിട്ടുക. ഈ മദ്രസ സംവിധാനം ഒക്കെ പറഞ്ഞാണ്ടല്ലോ വമ്പ സംഭവമാണ്. ബുദ്ധിക്ക് കളിക്കേണ്ട ഇടങ്ങളാണ് അതൊക്കെ. അവിടെയൊക്കെയാണ് ശരിക്കും നമ്മുടെ സ്വർഗം ഒളിഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിലുള്ള വിഭവങ്ങളാണ് അവിടെ നമുക്ക് കിടക്കുന്നത്. ഒരു പള്ളി വന്നു, അവിടെ ഒരു ഖുത്ബ തുടങ്ങി, നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്ക് അൽഹംദുലില്ലാഹ് ഫിസിക്കലായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ അതിന് സന്ദേശങ്ങൾ എത്തുമ്പോൾ അതിന്റെ എല്ലാം ഒരു ഓഹരി അതുമായി ബന്ധപ്പെട്ടാവുന്നൊരു സംഭവം ഉണ്ടായി വരാൻ ആർക്കൊക്കെ പടച്ചും തൗഫീഖ് കൊടുത്ത അവർക്ക് കിട്ടും. തൗഫീഖ് കൊടുത്തവർക്ക് കിട്ടും. നമുക്ക് ആ തൗഫീഖ് വേണം സഹോദരങ്ങൾ. അതുകൊണ്ട് ബോധ്യപ്പെട്ടു കൊടുക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്.